ചെയ്യുന്നത് അഗാരോന്റെ ഹായ് ഗായ്സ്. അപ്പോൾ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായി കേളി ഹെയർ റൂട്ടീൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ കേളി ഹെയർ പ്രോഡക്ട്സിൻ്റെ അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. അപ്പോൾ ഞാനൊരു കേളി ഹെയർ റൂട്ടീന് ഹെയർ വാഷ് ചെയ്യുന്നതും കാര്യങ്ങളും എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പ്രോഡക്ട്സ് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്നത്. CG മെത്തേഡിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അരാട്ടൻ്റെ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഏതെങ്കിലും ഒരു കോക്കനട്ട് ഓയിൽ എടുത്ത് തലയിൽ നന്നായിട്ട് തേക്കും. അപ്പൊ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാസത്തിൽ ട്വൈസ് ഒക്കെ ഞാൻ ഈ ഒരു ആൽപ്സ് ഗുഡ്നസിന്റെ ഫ്ലാക്സീഡ് ജെൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഹെയറിൽ. ഇത് അത്യാവശ്യം കേൾസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് കൊളാബായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഇതും കൂടി ഒന്ന് തേക്കാൻ വിചാരിച്ചു. ഇതും കൂടി തെച്ചിട്ട് കേൾസ് നന്നായിട്ട് ഡിഫൈൻ ആയി കിടക്കും. അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് ഈ ഒരു ലീവ് ഇൻ കണ്ടീഷണർ അപ്ലൈ ചെയ്തതിനു ശേഷം ഹെയർ ഡ്രൈ ചെയ്യാം. കുറച്ച് വെറ്റ് ആയിട്ടുള്ള ഹെയറിലാണ് നമ്മൾ ഇനി ഈ ലീവ് ഇൻ കണ്ടീഷണർ അപ്ലൈ ചെയ്യേണ്ടത്. സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു അഗാരോന്റെ ഈ ഒരു ഹെയർ ഡ്രയർ ആണ്. ഇതിന്റെ കൂടെ തന്നെ 3 പാർട്സുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഡിഫ്യൂസർ, ഇത് നമുക്ക് കേളി ഹെയർ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഈ ഒരു നോസിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് നോസിലും കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ കേള് നന്നായിട്ട് ഡിഫൈൻ ആയിട്ട് കിടക്കും. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഹെയർ ഡിഫ്യൂസ് ചെയ്യാം. അപ്പൊ ഹെയർ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ വലുതായിട്ട് സ്റ്റൈലിങ്ങും കാര്യങ്ങളും ചെയ്തില്ല. ജസ്റ്റ് ലീവ് ഇൻ കണ്ടീഷണറും ഈ ഒരു ജെല്ലും അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾസ് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജെല്ല് കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് കേട്ടോ. അപ്പൊ ജെല്ല് തേച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടി സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേൾസ്. അപ്പോൾ എൻ്റെ കേൾസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ കേളി ഹെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ ചെയ്യാം. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഹെയർ ഡ്രയറിൻ്റെയും പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് എടുത്തോളും ഗൈസ്. ബൈ.